ഞാനേ ഓസ്ട്രേലിയക്ക് വരാൻ നേരത്ത് പേപ്പർ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് UK-യിലുള്ള എൻ്റെ കൊളീഗ്സ് പറയായിരുന്നു നന്നായിട്ട് കെയർഫുൾ ആയിരിക്കണം, എസ്പെഷ്യലി നമ്മൾ ഔട്ട്ഡോർ ഒക്കെ പോയി കഴിയുമ്പോൾ നല്ല വിഷമുള്ള പാമ്പുകളും എട്ടുകാലുകളും ഒക്കെ ഒരുപാടുണ്ട്, അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം എന്ന്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനെ ഒന്നല്ല ഇപ്പൊ പേടിക്കേണ്ടത്. ഈ പോകുന്ന മഹാനയാണ്, പേര് മാക്പൈ. ബ്രീഡിംഗ് സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിന്റെ പരിസരത്തൂടെ പോകുന്ന ആരെയും മുഖം നോക്കാതെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഐറ്റം. ഓഗസ്റ്റ് ഒക്ടോബർ ആണ് ഏറ്റവും കൂടുതൽ മാക്പൈ അറ്റാക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാരണം ഓഗസ്റ്റ് ഒക്ടോബർ ആണ് അവരുടെ ബ്രീഡിംഗ് സീസൺ. മുഖത്തും കണ്ണിലും ഒക്കെയാണ് ഇവ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാറ്. അതുകൊണ്ട് നമ്മുടെ ലോക്കൽ കൗൺസിലൊക്കെ ഇതിന്റെ മാക്പൈ അറ്റാക്കിന്റെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് അപ്ഡേറ്റുകൾ വരും, നമ്മൾ ഹാറ്റൊക്കെ ധരിച്ചുകൊണ്ട് പുറത്തു പോകണമെന്ന്. പിന്നെ ഒരുപാട് മാക്പൈ അറ്റാക്കുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ബോർഡുകൾ സ്ഥാപിക്കാറുണ്ട് ലോക്കൽ കൗൺസിൽസ്. മാക്പൈ ഒരു ഇന്റലിജന്റ് ബേർഡാണ്. നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഒച്ച വെച്ച് പേടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം അത് ഓർത്തിരുന്നിട്ട് ഫ്യൂച്ചറിൽ വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി ഞാൻ എന്തിനാ ഇത് പറയുന്നത്, അതായത് നമുക്ക് റീസെന്റ് ഈ ഒക്ടോബറിൽ ഒരുപാട് കേസസ് ഈ ബലാറാട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതായത് ഉത്തമ, നിങ്ങൾ പുതിയതായിട്ട് ഓസ്ട്രേലിയയിൽ വന്നവരാണ് അല്ലെങ്കിൽ വരാൻ പോകുന്നവരാണ്, മാക്പൈയുമായിട്ട് വലിയ പരിചയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ ബേർഡിനെ കാണുമ്പോൾ, എസ്പെഷ്യലി ഓഗസ്റ്റ് ഒക്ടോബർ സീസൺ ആകുമ്പോൾ അതിൻ്റെ കൂടിൻ്റെ പരിസരത്തൂടെയൊക്കെ പോകുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ ഉപകാരമായി കണ്ടാൽ മതി. പിന്നെ ഓസ്ട്രേലിയയുടെ എല്ലാ സ്റ്റേറ്റ്സിലും മാക്പൈ അറ്റാക്സ് ഉണ്ടാകാറുണ്ട്. സൗത്ത് ഓസ്ട്രേലിയയിലും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുമാണ് ഏറ്റവും കുറവ് അറ്റാക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടാറ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും സർവ്വസാധാരണമായിട്ടുള്ളതാണ് മാക്പൈ അറ്റാക്സ്. പിന്നെ സ്റ്റേ ട്യൂൺഡ് ഫോർ ഓസ്ട്രേലിയൻ അപ്ഡേറ്റ്സ്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.